സംസാരിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചതേ ഉള്ളൂ. അന്നേരം വിളിച്ചല്ലോ. ആ കുറച്ച് തിരക്കായി പോയി മോളെ. അച്ഛൻ എപ്പോഴും തിരക്കാണല്ലോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ മോള് പറഞ്ഞോ, അച്ഛൻ കേൾക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നാഷണൽ ടാലന്റ് അവാർഡ് ഉണ്ട് അച്ഛാ. അത് വാങ്ങാൻ അച്ഛൻ വരണോന്നാ എന്റെ ആഗ്രഹം. അച്ഛൻ വരുമല്ലോ അല്ലേ? ദൈവമേ, കഴിഞ്ഞു. എന്താ അച്ഛൻ മിണ്ടാത്തെ? വരില്ലേ? അയ്യോ മോളെ, അച്ഛന് വരാൻ കഴിയില്ലല്ലോ. അച്ഛന് ലീവ് കിട്ടാൻ പ്രയാസമാ. അച്ഛൻ വരണം. അച്ഛൻ വന്നില്ലെങ്കിൽ സത്യമോള് പോകില്ല. വാശി പിടിക്കല്ലേ മോളെ. അച്ഛന് വരാൻ പറ്റാത്തോണ്ടല്ലേ. മോൾ അമ്മയെ വിളിച്ചോണ്ട് പോ. അച്ഛാ, എല്ലാ കാര്യത്തിനും അമ്മയാ വരുന്നേ. എന്റെ അച്ഛനെ മാത്രം ആരും കണ്ടിട്ടില്ല. എനിക്ക് അച്ഛനില്ലെന്ന് പറയുന്നവർക്ക് മുന്നേ എന്റെ അച്ഛനെ കാണിച്ചു കൊടുക്കാനുള്ള ഒരവസരം കൂടിയായത്. അതുകൊണ്ട് അച്ഛൻ വന്നേ ഒക്കൂ. സംഗതി കുടുങ്ങിയല്ലോ. ഇതെങ്ങനെയൊന്ന് ഒഴിവാക്കിയെടുക്ക. സത്യാണെങ്കി ഭയങ്കര നിർബന്ധത്തിലുമാണല്ലോ. അച്ഛാ, അച്ഛൻ എന്താ ഒന്നും പറയാത്തത്? അച്ഛൻ വരാതെ ഞാൻ പോകില്ല. മോളെ, അച്ഛൻ പറയുന്ന ഒന്ന് കേക്ക്. അച്ഛൻ ഇവിടെ ലീവിന് അപേക്ഷിച്ച് നോക്കട്ടെ. ലീവ് കിട്ടിയ അച്ഛൻ വരാം, പക്ഷെ ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. അച്ഛൻ അറിയാവോ, രമേശ് എന്ന് പറഞ്ഞ ഒരു കുട്ടി എന്നെ എപ്പോഴും കളിയാക്കുക. എനിക്ക് അച്ഛനില്ല, ഞാൻ പറയുന്നതൊക്കെ കള്ളാണെന്നൊക്കെയാ പറയുന്നേ. എനിക്ക് അവന്റെ മുന്നിൽ എന്റെ അച്ഛനെ കൊണ്ടുപോയി നിർത്തണം. അതിന് എന്റെ അച്ഛൻ വന്നേ ഒക്കൂ. അച്ഛൻ വന്നില്ലെങ്കിൽ സത്യമോൾ ഇനി മിണ്ടില്ല. എന്നോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അച്ഛൻ വരണം. വരില്ലേ അച്ഛാ? അച്ഛൻ പറ അച്ഛാ, നാളെ വരില്ലേ? പറ അച്ഛാ, വരാന്ന് പറ. ഇല്ലെങ്കിൽ സത്യമോൾ ഒന്നും കഴിക്കില്ല കേട്ടോ. അച്ഛൻ വരാന്ന് പറയുന്നവരെ ഞാൻ പട്ടിണി കിടക്കും. മോളെ, അച്ഛൻ വരാം. ഓക്കെ അച്ഛാ, താങ്ക്സ്. എന്റെ അച്ഛന് ചത്തൊരു ഉമ്മ. എന്താ മോളെ, ഹോംവർക്കൊക്കെ ചെയ്തു കഴിഞ്ഞോ? ചെയ്തമ്മേ, എല്ലാം പെർഫെക്റ്റാ. പിന്നെന്താ, നല്ല സന്തോഷത്തിലാണല്ലോ. പിന്നെ അല്ലാതെ, നാഷണൽ ടാലന്റ് അവാർഡ് വാങ്ങാൻ എന്റെ അച്ഛൻ വരും. എനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ട്. സത്യേ, അതാ വരുന്നു. അല്ല, പപ്പിമോള് വന്നില്ലേ? ആ, ഞാൻ വിളിച്ചായിരുന്നു. അറിയോ, ഫോൺ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അത് ചിലപ്പോ നാളത്തെ കാര്യം പറയാനായിട്ട് സത്യ വിളിച്ചതായിരിക്കും. അല്ല, നാളെ എന്താ വിശേഷം? ആ, അച്ഛനും അറിഞ്ഞില്ലായിരുന്നോ? ഇല്ല. എന്നാ അത് പപ്പിമോള് തന്നെ പറയും. അതാ അതിന്റെ ഒരു ശരി. പപ്പിമോളെ, എന്താ അമ്മേ? ഒന്നിങ്ങി വന്നേ. ഇപ്പൊ വരാം. എന്താണ് സംഭവത്തിന് ഇത്ര ബിൽഡപ്പ്? വല്ല കുഴപ്പം പിടിച്ച പരിപാടിയാണോ? അല്ല, അവളുടെ കാര്യം കൊണ്ടാണേ. അക്കാര്യത്തിൽ എനിക്കൊരു പേടി ഇല്ലാതില്ല. അവിടെ സ്കൂളിൽ നിന്നും പപ്പിയുടെ ടീച്ചർ തിരക്കിയെന്നറിഞ്ഞാ എനിക്കറിയാം പപ്പിക്ക് ഇവിടെ ഭാമയുടെ എതിരെ അടി ഉറപ്പാണ്. അല്ല, പപ്പിയുടെ എതിരുള്ളൊരു പയ്യനുണ്ടല്ലോ, എന്താ അവരുടെ പേര്? അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ എന്തോ അടിയുണ്ടാക്കുമെന്നോ? എന്തോ രമേശോ സുമേഷോ അങ്ങനെന്തോ
പറയാം. പറഞ്ഞോ. എനിക്ക് ഒരു അവാർഡ് കിട്ടാനിരിക്ക. നാഷണൽ ടാലന്റ് അവാർഡ്. ആഹാ, ആണോ? വെരി ഗുഡ്. മിടിക്കുക. എടാ കണ്ടോടാ വിഷ്ണു, മോൾ അവാർഡ് മേടിച്ചത്. നീയൊക്കെ പഠിച്ചപ്പോ എന്ത് വാങ്ങിച്ചേ? അതിന് അവാർഡ് വാങ്ങിക്കാനുള്ള സമയമൊന്നും പഠനത്തിൽ അവൻ കൊടുത്തില്ലല്ലോ. അതിനു മുമ്പേ അവൻ നിർത്തിയില്ലേ? അതൊക്കെ കഴിഞ്ഞ കാര്യമില്ലേ. ഈ അവാർഡിന് വിഷ്ണു അച്ഛൻ്റെ വക സ്പെഷ്യൽ സമ്മാനം ഉണ്ടാവും. എനിക്ക് മാത്രമല്ല, സത്യയ്ക്കും ഉണ്ട് അവാർഡ്. നാളെ പാരന്റ്സിനെയും കൂട്ടിച്ചെന്ന് അവരുടെ മുന്നിൽ വെച്ചാ ഈ അവാർഡ് വാങ്ങേണ്ടത്. നാളെ ഇപ്പൊ പപ്പിയുടെ കൂടെ ശ്യാമ പോകുന്നുണ്ടോ? വിഷ്ണുവിനും വരണം, സത്യാമ്മയും വരണം. അല്ല അച്ഛനെ ഞാൻ വരണ്ടേ? അല്ല, അച്ഛന്റെ കൂടെ ഉണ്ടാവുമല്ലോ. അല്ല അപ്പൊ ഞാനോ? അച്ഛനെ വിളിച്ചാലും വരില്ലല്ലോ, വയ്യാന്നല്ലേ പറയൂ. അതും ശരിയാ, അച്ഛന് വയ്യല്ലോ. ആ, ഞാൻ പിന്നെയും പറയുന്നു. വിഷ്ണു, എന്നാ നാളെ പപ്പയും കൊണ്ട് നമുക്ക് പോവാം. രോഹിത്തെ, നിനക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എങ്കിൽ രാവിലെ തന്നെ റെഡി ആയിക്കൊള്ളണം. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ കുട്ടികളായിട്ട് കൊണ്ടുവരും. അപ്പൊ പപ്പി, വിഷ്ണു അച്ഛൻ പറഞ്ഞ സമ്മാനത്തിന്റെ കാര്യം മറക്കണ്ട. 2 പേർക്കും ഉണ്ട്. സത്യയ്ക്കും ഉണ്ട്. താങ്ക് യു വിഷ്ണു അച്ഛാ. ഇപ്പൊ വരാവേ. അവളിൽ ഉത്സാഹം കണ്ടോ? കുട്ടികളായി ഇങ്ങനെ തന്നെ വേണം. രണ്ടുപേർക്കും സത്യക്ക് എന്തിനാ ഇവൻ വാങ്ങിച്ചു കൊടുക്കുന്നത്? എങ്കിലതൊന്ന് കാണുക തന്നെ വേണമല്ലോ. നാഷണൽ ടാലന്റിന്റെ അവാർഡ് വാങ്ങാൻ എന്റെ അച്ഛൻ വരും. എനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ട്. ഹലോ. ആ ചേച്ചമ്മേ. ആ പപ്പി, മോളെ പറ. നാളെ അവാർഡ് വാങ്ങാൻ അവളുടെ അച്ഛൻ വരണമെന്ന് വാശി പിടിച്ചിരിക്കുക സത്യ. ജോലി തിരക്കായിരിക്കും, വിളിക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞതാ. പക്ഷെ സത്യ സമ്മതിക്കുന്നില്ല. നമുക്കിപ്പോ അതിനെന്താ മോളെ ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും ചെയ്യണം ചേച്ചമ്മേ, ഇല്ലെങ്കിൽ സത്യ ആകെ തകർന്നു പോവും. അച്ഛൻ വന്നില്ലെങ്കിൽ അത് അവൾ നാളെ ഭക്ഷണം പോലും കഴിക്കില്ലെന്നാ പറയുന്നേ. മോളെ പപ്പി, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായോ? ഒരു സങ്കടം തീർക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ ഒരു നുണയ്ക്ക് നമ്മളിപ്പോ 100 നുണ പറയേണ്ട അവസ്ഥ വന്നിരിക്കുക. എന്നാലും പ്രശ്നങ്ങൾ തീരുന്നുമില്ല. സത്യ എന്നെ വിളിച്ചിരുന്നു. നാളെ അച്ഛൻ വരുമെന്ന് എനിക്ക് ഉറപ്പ് കൊടുക്കേണ്ടി വന്നു. എന്താ ചേച്ചമ്മ ചെയ്യാ? നാളെയല്ലേ, നമുക്ക് ആലോചിച്ച് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. പപ്പി, ആദാ വരുന്നു. ഓക്കെ ചേച്ചമ്മ, അമ്മ വിളിക്കുന്നു. അപ്പൊ നാളെ എല്ലാം സെറ്റ് ആക്കണേ.
മോൾ ഇങ്ങോട്ട് ഇരുന്നേ, ഇതങ്ങോട്ട് കഴിച്ചേ. അച്ഛൻ വരുമോ? നമുക്ക് നോക്കാം, അമ്മ സംസാരിക്കല്ലേ. എന്താ അമ്മ അച്ഛൻ പറഞ്ഞേ? അച്ഛൻ നാളെ വരില്ലേ? വരും. സത്യം? സത്യം ചെയ്യമ്മേ. സത്യം ചെയ്യമ്മേ. ഉമ്മ. എനിക്കറിയായിരുന്നു അച്ഛൻ വരുമെന്ന്. നേരത്തെ അമ്മയെ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. മോളെ വാ. എനിക്ക് മതി ശാരദ അമ്മേ, ഞാൻ വാ കഴുകിയിട്ട് വരാം. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു അച്ഛൻ വരുമെന്ന്. എന്നെ പറ്റിക്കല്ലേ. എന്തൊക്കെയാ മോളെ ഇത്? അഭിനയാണമ്മേ, ഇത്തിരി ഇല്ലാത്ത കൊച്ചിന്റെ മുന്നിൽ വരെ അഭിനയിക്കേണ്ടി വരിക. നാളെ അച്ഛൻ വരൂന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്തിനാ അവക്ക് ആശ കൊടുത്തത്? അമ്മ അവളുടെ സന്തോഷം കാണാത്തത് എന്താ? ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അവളുടെ അച്ഛനായപ്പോ അവളുടെ മനസ്സ് നിറയെ. അച്ഛനെ കൊണ്ടുപോയി കൂട്ടുകാരെ എല്ലാവരെയും കാണിക്കാൻ മനസ്സുകൊണ്ട് ഒരുങ്ങി നിൽക്കുക അവള്. എങ്ങനെയാ അമ്മ ഞാൻ അവളുടെ ആ സന്തോഷം തല്ലിക്കെടുത്തുന്ന? എന്നിട്ട് എന്ത് പറഞ്ഞാ ഞാൻ അവളെ ആശ്വസിപ്പിക്ക? എന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല അവളുടെ അച്ഛൻ നാളെ വരില്ല എന്ന്. അപ്പൊ പിന്നെ നാളെ എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങൾക്കും അമ്മയ്ക്ക് സപ്പോർട്ട് ദേവി തന്നെയല്ലേ. ഒന്ന് പറഞ്ഞു നോക്ക്, എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്കൊന്ന് തെളിയിച്ചു തരണേന്ന്. അമ്മയുടെ ദേവി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നവരെ നിരാശരാക്കാറില്ലല്ലോ. ഇനിയും 1-2 കുട്ടികളുടെ പേരൻസ് കൂടി വരാനുള്ളത് കൊണ്ടാണ് ചടങ്ങ് തുടങ്ങാൻ താമസിക്കുന്നത്. അവരെല്ലാം ഉടനെ തന്നെ എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു 10 മിനിറ്റിനകം പരിപാടികൾ തുടങ്ങാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഞങ്ങളെല്ലാം വളരെയധികം തിരക്കുകൾക്കിടെയെന്നാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ച സമയം ഇപ്പം കഴിഞ്ഞു. ഇനി ഇത് നീട്ടിക്കൊണ്ടുപോയാൽ സമയം ഒപ്പിച്ചു വന്നിരിക്കുന്ന എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും. ഇല്ല, ഇനിയും 10 മിനിറ്റ് വരെ സമയം കൊടുത്തിട്ടുള്ളൂ. അതിനുള്ളിൽ വരാൻ പറ്റുന്നവർ മാത്രം ചടങ്ങിൽ പങ്കെടുത്താൽ മതി. പപ്പി, രോഹിതങ്ങൾ വരില്ലേ? അച്ഛൻ മാത്രമല്ല, വിഷ്ണു അച്ഛനും സത്യാമ്മ എല്ലാരും വരും. എന്റെ അച്ഛനും വരും. എനിക്ക് വാക്ക് തന്നതാ. അതുകൊണ്ട് അമ്മയോട് പോലും ഞാൻ വരണ്ടെന്നാ പറഞ്ഞത്. വാക്ക് തന്നത് ഞാനല്ലേ സത്യ? ചേച്ചിയമ്മ എല്ലാം നോക്കിക്കോളാന്നാ പറഞ്ഞിരിക്കുന്ന. എന്തെങ്കിലും ഒരു വഴി ചേച്ചിയമ്മ കാണാതിരിക്കില്ല.
പപ്പി എന്താ ആലോചിക്കുന്നേ? അല്ല, എന്റെ വീട്ടിൽ നിന്നും ആരും വന്നില്ലല്ലോ. സത്യാമ്മ വിഷ്ണുസിനൊക്കെ അച്ഛന്റെ കൂടെ വേഗം വരാന്ന് പറഞ്ഞിരുന്നതാ. പക്ഷെ ഇതിപ്പോ സമയത്തിന് ആരെയും കണ്ടില്ലല്ലോ. ഇനിയും ആരുടെയൊക്കെ പേരൻസാ വരാനുള്ളത്? ഒന്ന് എഴുന്നേറ്റ് നിന്ന്. സത്യഭാമയുടെ ആരാ വരുന്നത്? അമ്മയാണോ? അമ്മ മാത്രമേ ഉള്ളൂ. അതെപ്പോഴും അങ്ങനെയാ. അച്ഛനാ വരുന്നത്.